70കൾ മുതൽ സമ്പന്നതയിലേക്ക് പോയ, വിദ്യാഭ്യാസത്തിലേക്ക് പോയ ഈ സമുദായത്തിലേക്ക് നിരവധി ഫത്വകൾ വന്ന്, നിങ്ങൾ സ്കൂളിൽ പോകരുത്, നിങ്ങൾ സർക്കാർ ജോലി വാങ്ങരുത്, നിങ്ങൾ ശമ്പളം പറ്റരുത്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഫത്വകളാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇവർ ഈ പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്? കേരളത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തെ നേരിട്ട്? വളരെ നിശബ്ദമായിട്ട് എല്ലാ വീടുകളിൽ നിന്നും പെൺകുട്ടികൾ കോളേജിലേക്കും സ്കൂളിലേക്കും തുരുതുരാ പോയി തുടങ്ങി, വിദ്യാഭ്യാസം നേടി. വീട്ടിൽ അവർ പറഞ്ഞവർക്കൊന്നും വോട്ട് ചെയ്യാൻ തയ്യാറില്ല. ഒരു സാമുദായിക സംഘടനയ്ക്കും ഇന്ന് കേരളത്തിലെ പൊളിറ്റിക്കൽ ഷിനോറിയയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങളെല്ലാ തെരഞ്ഞെടുപ്പുകളും എടുത്തു നോക്കുക, ഇവർ പറഞ്ഞിട്ടുള്ള ഫത്വകളും ഇവർ പറഞ്ഞ ആഹ്വാനങ്ങളും എടുത്തു നോക്കുക. ഇവരുടെ പിന്നിൽ മുസ്ലിം സമുദായമല്ല, ക്രിസ്ത്യൻ സമുദായമല്ല, ഹിന്ദുക്കളുമില്ല, ഒരു സമുദായ സംഘടനകളുമില്ല. ഇല്ലാത്ത സ്വാധീനമില്ലാത്ത ഒരു വിഭാഗത്തിന് അത്തരത്തിലുള്ളൊരു ആശയം ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെന്റും. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നത്, വരുമ്പോൾ നമ്മൾ 16-ാം നൂറ്റാണ്ടിലെ ആണ് നമ്മൾക്ക് എഴുതപ്പെട്ട ഇസ്ലാമിക ചരിത്രങ്ങളെക്കുറിച്ച് നമ്മൾ കയ്യിലുള്ളൂ. അതിനൊന്നും മുമ്പ് ഒന്നുമില്ല. അപ്പോൾ അതിന് കാരണം ഈ മക്തൂം, പൊന്നാനിക്കാരായിട്ടുള്ള മക്തൂംമാർ, സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ രണ്ടാമൻ പോലുള്ള ആളുകൾ ഒക്കെ കൂടിയിട്ട് പൊന്നാനി കൈ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് പൊന്നാനിയിലും കുണ്ടോട്ടി കൈ എന്ന് പറയുന്നത് കുണ്ടോട്ടിയിലുമായിട്ട് 2 ധാരകളാണ് മലബാറിലാകുണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നീട് രണ്ടും ഒന്നാകുന്ന കാഴ്ചയാണ്. ഇവർ ഷിയാക്കളായിരുന്നു, കുണ്ടോട്ടിക്കാർ ഷിയാത്തക്കന്മാരായിരുന്നു ആണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ഫത്തുൽ മൊയ്ൻ പോലുള്ള പുസ്തകങ്ങൾ, തുംഫത്തുൽ മുജാഹിദീൻ പോലുള്ള രചനകൾ, അതുപോലെ ഖാലി മുഹമ്മദിനെ പോലുള്ള ആളുകൾ ഒക്കെ തന്നെ അറബി മലയാളം വളരെ പ്രസക്തമായിട്ട് വരുന്ന ഒരു ഇതാണ്. ഇന്നലെ ഞാനൊരു ഇതിൽ വായിച്ചു, സാക്ഷരരായ സമൂഹം മലബാറിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മുസ്ലിമുകളാണ് എന്നൊരു പ്രൊഫസർ പറയുന്നത് കേട്ട്. അദ്ദേഹം പറഞ്ഞു അറബി മലയാളം അവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയാമായിരുന്നു എന്നുള്ളൊരു സത്യമായിരുന്നു. അറബി മലയാളം വലിയ കമ്മ്യൂണിറ്റി പല റിസർച്ചുകളും ഇപ്പോൾ അറബി മലയാളത്തെക്കുറിച്ച് നടക്കുന്നുണ്ട്, ഒട്ടേറെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ മലയാളി അത് ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് 20-ാം നൂറ്റാണ്ടോടുകൂടി നമ്മൾ കാണുന്നത്. അത് കാര്യമായിട്ട് ഇന്ന് മലയാളികൾ ഉപയോഗിക്കുന്നില്ല. അവർ വേഗം തന്നെ മലയാള ഭാഷയോടും, മലയാള ഭാഷ തന്നെയാണ് അറബി ലിപികളെ ഉപേക്ഷിച്ചുകൊണ്ട് മലയാള ഭാഷയിലേക്കൊക്കെ വരുന്ന കാഴ്ചയാണ് വരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി മലബാറിൽ രൂപപ്പെട്ട കാർഷിക കലാപങ്ങളാണ്. ഈ കാർഷിക കലാപങ്ങളിലൊക്കെ തന്നെ പ്രധാനമായിട്ട് കേരളത്തിൽ പങ്കുവഹിച്ചത് ഇസ്ലാമിക മതപണ്ഡിതന്മാരാണ്. ഉമ്മർഗാളി തൊട്ട് ഇങ്ങോട്ട് പിടിച്ചാൽ മമ്പറം ഫസൽ തൊട്ടുള്ള എല്ലാ ആളുകളും ചെയ്തത് ഇത്തരത്തിലുള്ള കാർഷിക കലാപങ്ങൾക്ക്, അതിൽ അനീതിക്കെതിരെ മമ്പറം ഫസൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഉച്ചിഷ്ടം ഭക്ഷിക്കരുത്, നീ എന്ന് അഭിസംബോധന ചെയ്താൽ നീ എന്ന് തന്നെ അഭിസംബോധന ചെയ്യണം. നിങ്ങളെ കാർഷിക സമ്പത്ത് കൊള്ളയടിക്കാൻ വരുന്ന ജന്മികളെ ആയുധമെടുത്ത് പോരാടണം. അതിനാണ് അദ്ദേഹത്തെ നാടുകടത്തിയത്. അദ്ദേഹത്തെ മാത്രമല്ല 47 കുടുംബാംഗങ്ങളെ പരപ്പനങ്ങാടിയിൽ നിന്ന് നാടുകടത്തിയിട്ട് അദ്ദേഹത്തെ ടർക്കിയിലേക്ക് പോയി. ആ കുടുംബം ഇന്നും സിറിയയിലുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ മുഹമ്മദ് റഹ്മാൻ സാഹിബൊക്കെ ഒരു ശ്രമം നടത്തിയ ആ കുടുംബത്തെ, ഒന്നും നടന്നില്ല. ഇവരുടെ എതിരായിരുന്നു, മമ്പറം കുടുംബക്കാരുടെ എതിരായിരുന്നു സ്വത്തിൻ്റെ ഒക്കെ പ്രശ്നത്തിൽ. അതിലേക്കൊന്നും ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു നമ്മൾ ആ നാടുകടലിനെ കുറിച്ച് നമ്മളുടെ ഇതിലില്ല. നിങ്ങൾക്കറിയോ? ഇല്ല. നിങ്ങൾക്ക് സ്വദേശാഭിമാനിയെ നാടുകടത്തിയതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്രയോ അറിയാം അല്ലേ? സെബാസ്റ്റ്യൻ പോളൊക്കെ പത്രപ്രവർത്തകർ സ്ഥിരം പറയുന്നതാണ്. സ്വദേശാഭിമാനിയെ മമ്പറം ഫസലിനെ അറിയില്ല. മമ്പറം ഫസലിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിണറായി വിജയന. മമ്പറം ഫസലിനെ കുറിച്ചൊരു പുസ്തകം തന്നെ വരുന്നത് പിണറായി വിജയന്റെ ഒരു കേരള യാത്ര 2010 മറ്റാണ്. ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ കേരള യാത്രയിൽ അദ്ദേഹം പ്രകാശനം ചെയ്തുകൊണ്ടാണ് മമ്പറം ഫസൽ കേരള ചരിത്രത്തിൽ. അദ്ദേഹത്തെ നാടുകടത്തിയത് അന്നത്തെ കനോലി സാഹിബാണ്. അദ്ദേഹത്തെ
ഈ വെസ്റ്റ് ഹില്ലിലിട്ടിട്ടാണ് കൊലപ്പെടുത്തിയത്. ആ കൊലപ്പെടുത്തിയത് രണ്ടാം പ്രതി ഒരു സ്ത്രീയാണ്. മമ്പറത്ത് ബീവി എന്നാണ് സ്ത്രീയുടെ പേര്. എത്ര പേർക്കറിയാം? എനിക്കറിയില്ലായിരുന്നു, ഞാൻ പഠിത്തറിച്ച്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തെ തന്നെ നിരാകരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യം ഇവിടെയുണ്ട്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടാവുന്നത് ഇവിടെ RSS വന്നപ്പോഴൊന്നുമല്ല, തെറ്റിദ്ധരിക്കേണ്ട. അത് ഈ കുരിശുയുദ്ധ കാലത്ത് ഉയർന്നു വന്ന ഒരു ആശയമാണ് ഈ ഇസ്ലാമോഫോബിയ എന്നുള്ളത്. അത് കേരളത്തിൽ അതിശക്തമായിട്ട് വരാൻ കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളിലാണ്. അപ്പോൾ ഈ മമ്പറം ഫസലായാലും ഇവരൊക്കെ തന്നെ ആയാലും നടത്തിയ പരിശ്രമങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരെയും കർഷക തൊഴിലാളികൾക്കും സംരക്ഷിച്ച് 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ആദ്യം മുസ്ലിം കമ്മ്യൂണിറ്റി എൻട്രി ചെയ്യുന്നത് 1920 കോഴിക്കോട് പൊന്മാടത്ത് മൊയ്തീൻ കോയ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വരുന്ന ആദ്യത്തെ മുസ്ലിം നാമധാരി. പൊന്മാടത്ത് മൊയ്തീൻ കോയെ അറസ്റ്റ് ചെയ്ത് കെ മാധവൻ നായരെയും യാക്കൂബ് ഹസനെയും ഇവിടെ ജയിലിലടച്ചപ്പോഴാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാർഷിക ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുന്നതും മഞ്ചേരി കോൺഗ്രസിലേക്ക് മൊയ്തു മൗലയും അലി മുസ്ലിയാരും വാര്യങ്ങുന്നനും ഒക്കെ വന്ന് കോൺഗ്രസിൽ അംഗത്വമെടുക്കുന്നതും ആ കാലത്താണ്. 21 മുഹമ്മദ് റഹ്മാൻ വരുന്നതും ഈ ഇതുണ്ടാവുന്നു. 21 മലബാർ കലാപം അതിരൂക്ഷമായിട്ടുള്ള വലിയ വർഗീയ കലാപത്തിലേക്കും അതുപോലെ തന്നെ സമരത്തിലേക്കും നിരവധി ആളുകൾക്ക് ഭവനരഹിതരാവുകയും ഒക്കെ ചെയ്ത്, അതായത് മലബാറിനെ ഇളക്കി മറിച്ച ഒരു സമരമായിരുന്നു സാമ്രാജ്യത്വ വിരുദ്ധം കർഷകർ നടത്തിയ സമരം. പിന്നീട് അത് വലിയ ലെവലിലേക്കൊക്കെ പോയി. മുഹമ്മദ് എതിരായിരുന്നു, പക്ഷേ അദ്ദേഹം അവർക്ക് ആ സമരത്തിൽ ജീവത്യാഗം ചെയ്ത ആളുകൾക്ക് വേണ്ടി ആ സമരത്തെക്കുറിച്ച് 23 കാക്കിനാട കോൺഗ്രസ്സില് ചർച്ച ചെയ്തിട്ട് കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തി. ആ സമരം ഞങ്ങൾ തള്ളിപ്പറയുന്നു, ആ സമരം ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നിരുന്ന മുസ്ലിം സമൂഹം മെല്ലെ മെല്ലെ ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ്. മുഹമ്മദ് റഹ്മാസവും മൊയ്തു മൗലവിയും ഒക്കെ അക്കാലത്ത് പെടാപ്പാടുപെട്ടിട്ട് പോലും മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ടോട്ടൽ ഇതിന് ചെയ്യാൻ പറ്റിയില്ല. 1937 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നു. ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത് 1937. 34 മുഹമ്മദ് റഹ്മാൻ സാഹിബ് ബോംബെ സെൻട്രൽ അസംബ്ലിയിലേക്ക് തോറ്റു. സത്താർ സേട്ട്, രണ്ടാളും കോൺഗ്രസ്സുകാരായിരുന്നു. ആ സത്താർ സേട്ട് പോയത് ജിന്നയുടെ അടുത്തേക്കായിരുന്നു. ജിന്ന അന്ന് ലീഗിൻ്റെ വലിയ നേതായിരുന്നു. ജിന്നയും മലബാറും തമ്മിലുള്ള ബന്ധം എന്താണ്? മലബാറിലെ മാപ്പിളമാരെ കണ്ടാൽ ഒരു ചോദ്യവും കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമമുണ്ടായിരുന്നു, മോപ്പിള ഔട്ട്റേജിയസ് ആക്ട്. ആ ആക്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് 21 കാലഘട്ടത്തിലാണ്. അതിൽ ആദ്യം അറസ്റ്റ് ചെയ്ത് MP നാരായണമേനായിരുന്നു. MP നാരായണമേനൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ആക്ട് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ അസംബ്ലിയിൽ പ്രഫുല്ലഭായ് പട്ടേൽ അതിശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചു. ആ വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ ആക്ട് പിൻവലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരാൾ ഏറ്റു നിന്നു. അത് മലബാറിലെ സമാധാനത്തെ അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഏറ്റു നിന്ന ആൾ മുഹമ്മദ് അലി ജിന്ന എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിലൊന്നും തന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന ഇതാണ്. അങ്ങനെയുള്ള ഒരു മുസ്ലിം ലീഗ് കേരളത്തിൽ 37 രൂപപ്പെടുത്തപ്പോൾ എന്തുകൊണ്ട് അതിലേക്ക് മുസ്ലിം സമുദായം പോയി എന്നുള്ളത് ചിന്തനീയമായിട്ടുള്ളൊരു കാരണമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവരെ തള്ളിപ്പറഞ്ഞു. 1939 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ട കാലത്ത് അതിന് കടുത്ത മതവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. അതും അവർക്ക് വലിയ തരത്തിലുള്ള ഒരു ആവേശം നൽകിയില്ല. എങ്കിലും വലിയൊരു ചെറിയ ശതമാനമെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. മുഹമ്മദ് റഹ്മാൻ്റെ പ്രസ്സിലാണ്, അല്ലമീൻ പ്രസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രിന്റ് ചെയ്തത്.
അബ്ദുറഹ്മാനോട് അത് ചെന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടും K ദാമോദരനും കൂടിയിട്ടാണ് എന്നുള്ളതാണ് സത്യം. എംപിച്ചുവാവേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിന് ആദ്യം മാനിഫെസ്റ്റോ മലയാളത്തിൽ പ്രിന്റ് ചെയ്യുന്നത് അല്ലമീൻ പ്രസിൽ മുഹമ്മദ് അബ്ദുറഹ്മാനാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അങ്ങനെ വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് മുസ്ലിംസിനെ സ്വാഗതം ചെയ്തു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് പോയി ഈ കാലത്താണ് മുസ്ലിം ലീഗ് വരുന്നത്. അപ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു മണ്ണിൽ സാമ്രാജ്യത്വ അനുകൂലമായിട്ടുള്ള ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് വേരുറക്കുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി നമ്മളിപ്പോഴും നോക്കിക്കാണുന്നുണ്ട്. മലബാറിൽ മുസ്ലിംസിനെ എന്ത് ചെയ്യും എന്നുള്ള മുസ്ലിംസ് പൊതുവെ വന്നത് മുസ്ലിം ലീഗിലേക്കാണ്. പക്ഷേ 47-ഒക്കെ ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള അടിസ്ഥാനവർഗങ്ങൾക്ക് നല്ല ശ്രമങ്ങളുണ്ടായി. അതിനെ ഏറ്റവും പ്രധാനത നടത്തിയത് K ദാമോദരനും ഇമ്പിച്ചുവാവയാണ്. അതിൻ്റെ ദൃഷ്ടാന്തം നിങ്ങൾക്ക് ഇത് കാണാം. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള തിരൂര് പൊന്നാനി ബെൽറ്റിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോഴത്തെ ആ കാലഘട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് മൈനോറിറ്റി ഭയങ്കര ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണം ഇമ്പിച്ചുവാവയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തത്. EMS ആ നിലയിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. EMS നടത്തിയത് ഈ പാർട്ടികളുമായിട്ട് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളുമായിട്ട് 1965-ലും 1967-ലും ഒക്കെ തന്നെ അവരുമായിട്ട് അധികാരം പങ്കിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിലൊന്നും തന്നെ അത് പലപ്പോഴും തന്നെ അതൊന്നും വേണ്ടത്ര വിജയിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ മുസ്ലിംസിന് അധികാരം കിട്ടും എന്ന് കാണിച്ചു കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 67-ലെ മന്ത്രിസഭയിൽ സ്ഥാനം നൽകിക്കൊണ്ടാണ് അത് കേരളത്തിൽ സാധ്യമാകുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ സമുദായത്തെ പിന്നീട് ഈ മുസ്ലിം സമുദായം ഇതിനെ എങ്ങനെയാണ് ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ചിട്ടും ഉണ്ട് ഇതേ വിഷയങ്ങൾ. ഞാനത് കുറേ കൂടി സെബാസ്റ്റ്യൻ പോളിന് കുറേ കൂടി വിശദമായിട്ട് പറയാൻ പറ്റുമെന്നാണ് ഞാൻ അതിലേക്ക് കയറുന്ന എല്ലാം കൂടി കൂട്ടി കുഴക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിലും ഈ ഒരു വിഷയമുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് ശ്രമിക്കുന്നത് പല സ്ഥലത്തും നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ. പക്ഷേ കൃത്യമായിട്ട് ഒരു ശ്രമം നടത്തിയത് ചാവക്കാടാണ്. ചാവക്കാട് ബേബി ജോൺ എന്ന് പറയുന്ന ഒരു സഖാവ് ഇപ്പോഴും അദ്ദേഹം ചോദിച്ച യോഗിയായിട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹമാണ് 70-കളിൽ വന്നിട്ട് അവിടെ ലീഗിൻ്റെ ശക്തി കോട്ടയായിരുന്ന മലപ്പുറം ജില്ലയേക്കാൾ കൂടുതൽ ശക്തിയായിട്ടുള്ള ഒരു ലീഗിൻ്റെ കോട്ടയെ തച്ച് തരിപ്പടമാക്കുന്നത് ബേബി ജോൺ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ മൈനോറിറ്റിയിലേക്കുള്ള ഒരു ഇൻവേഷനാണ്. മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് മുസ്ലിം സമുദായത്തെ അടുപ്പിക്കുക എന്നുള്ളതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അങ്ങനെ എന്നെ കണ്ടുപിടിച്ച ആളാണ് ബേബി ജോൺ. എന്നെയല്ല നിരവധി ആളുകളെ ഇന്ന് കാണുന്ന നേതൃത്വത്തിൽ ചാവക്കാട് അതിശക്തമായിട്ടുള്ള ഒരു CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് കാരണം ബേബി ജോൺ. അത് കേരളത്തിലേക്ക് പലയിടത്തേക്കും പിന്നീട് ശ്രമിക്കേണ്ടായി. അത് പാലക്കാട് ശിവദാസ മേനനെ പോലെയുള്ള നേതാക്കന്മാർ അതിശക്തമായിട്ട് ശ്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് ഇതിന് ഒരു ഓൾ കേരള ലെവലിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ആദ്യം കാണുന്നത് പിണറായി വിജയനാണ്. 96-ലെ തൻ്റെ ഈ നായനാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ആദ്യം ലക്ഷ്യം വെച്ചത് ഈ സമുദായത്തെ എങ്ങനെ ഡയറക്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം നിയമസഭയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത ഈ പ്രവർത്തനങ്ങൾ എല്ലാ വീടുകളിലും അദ്ദേഹം പ്രധാനപ്പെട്ട വീടുകൾ കേരളത്തിലുള്ള എല്ലാ വീടുകളിലും അദ്ദേഹം സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും അവരെക്കുറിച്ച് ഇതുണ്ടാക്കുകയും പാർട്ടികൾ ഉണ്ടാക്കുകയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആ കാലത്ത് കഴിഞ്ഞു എന്നാണ്. ഗൾഫ് നാടുകളിൽ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം പോവുകയും ജയില് വരെ സന്ദർശിച്ച് അവിടെയുള്ള മലയാളികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്ത ആളാണ് പിണറായി വിജയൻ. ഒരു പ്രാവശ്യം ജയിലിൽ പോയി, ഞാനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. ഭയങ്കര ജയിലിൽ പോയിട്ട് അവിടെയുള്ള എല്ലാ ആളുകളെയും കണ്ട് അദ്ദേഹം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ള ആളുകളിൽ നിന്ന് ചിലത് ഗ്രാസ്പ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്.
ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളെ ചോദിച്ച് പാകിസ്ഥാൻകാരുണ്ട്, ഈജിപ്തുകാരുണ്ട്, മലയാളം, ഇപ്പോൾ വളരെ ചെറിയ കുറ്റങ്ങൾക്കാണ് ഇവർ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം മന്ത്രിയായപ്പോഴാണ് ഷാർജ ഷെയ്ഖിനെ വിളിച്ചു വരുത്തിയിട്ട് ജയിൽ വിമോചനത്തിൻ്റെ ഒരു ഇതുണ്ടാക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഈ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഞാനിപ്പോൾ ആദ്യം വക്കാലത്തെടുക്കാൻ പറഞ്ഞില്ല, ഞാൻ ഇതിൻ്റെ സത്യസന്ധമായ രാഷ്ട്രീയമാണ് പറയുന്നത്. അദ്ദേഹം ജയിലിൽ നിന്ന് പോയപ്പോൾ ഒരു അറബിയുടെ വീട്ടിലായിരുന്നു ഭക്ഷണം. അറബിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ ഇവരെന്താ ചെയ്യുക വെച്ചാൽ വലിയ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഇറച്ചി ചോറൊക്കെ ഇട്ടിട്ട് കൊടുന്ന് വയ്ക്കുകയാണ് ചെയ്യുക. നമ്മൾക്ക് കൈകൊണ്ട് തന്നെ അവരെല്ലാവരും എടുത്ത് തിന്നണം ആ പാത്രം. എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ ചെറിയ പ്ലേറ്റ് സംഘടിപ്പിച്ച് ഞാൻ മെല്ലെ വാരിട്ടിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ വീട്ടിലെ ഹോസ്റ്റ് ഒരു അറബിയായിരുന്നു, അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ കൈകൊണ്ട് ഈ ഇറച്ചിയൊക്കെ വാരി പിണറായി വിജയൻ്റെ പാത്രത്തിൽ ഇടുന്നുണ്ട്. നമ്മൾക്ക് വേഗം ദേഷ്യം വരുന്ന ആളാണ് പിണറായി വിജയൻ, പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ്. ഞാൻ വിചാരിച്ചു പടച്ചനെ കൊളാവുമല്ലോ അത്, കൊള ഒന്നും വിടുന്നില്ല. ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളോട് മറ്റുള്ളവരോട് പറഞ്ഞു ഓക്കെ എനിക്ക് ഇത്ര മതി എന്നാണ്. തിന്നു കഴിഞ്ഞു വളരെ കൂളായിട്ട് എനിക്ക് വന്ന് പുറത്ത് കിടന്നപ്പം ചോദിച്ചു അതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ അല്ല അയാൾ ഇട്ട് തന്ന അങ്ങനെ അതേപോലെ അത് എൻ്റെ കയ്യല്ലേ വിളമ്പിയത് കിട്ടി, അതെന്താ അങ്ങനെ മനസ്സിലാക്കാത്തത്? എൻ്റെ കയ്യാണ് വിളമ്പി തന്നത്, എൻ്റെ കയ്യാണ്. അതാണ് ഇസ്ലാമിക് ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ട് അതിനയാൾ സ്ഥാപിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള വലിയ മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് ഉണ്ടായി. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആ കാലത്ത് എടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഈ ജില്ലാ തലങ്ങളിലൊന്നും എടുത്തോ എന്ന് സംശയമാണ്. കാരണം പലപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോഴൊക്കെ ജനാധിപത്യ അനുപാതത്തിലുള്ള, സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, ജനാധിപത്യ അനുപാതത്തിലുള്ള റെപ്രസെൻറ്റേഷൻ അതാണ് ലീഗിന് കിട്ടുന്ന ഒരു ഇത്. പലപ്പോഴും UDF പോകുന്ന ഒരു ഇത് അതാണ്. അപ്പോൾ മതന്യൂനപക്ഷങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഡെമോക്രസിയും ജനാധിപത്യവും ഒക്കെ സുശക്തമായിട്ട് നിലനിർത്തണം. അവരെ ഈ സാമുദായിക സംഘടനകൾക്ക് അയച്ചു കൊടുക്കുകയല്ല. എന്താണ് സാമുദായിക സംഘടനകളുടെ സ്ഥിതി മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം? 70 തൊട്ട് മുസ്ലിം സമുദായം, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഫസൽ പറയുന്നത് എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിന് എല്ലാം കൂടുതൽ. ഞാൻ അതിൻ്റെ ഒരു ചെറിയത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇവിടെ സാമുദായിക സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകൾ തന്നെ നിരവധിയുണ്ട്. ഇവർക്കൊക്കെ എന്ത് സ്വാധീനമാണ് മുസ്ലിം സമുദായത്തിലുള്ളത്? ഇവർ പറഞ്ഞതൊക്കെ മുസ്ലിം സമുദായം കേട്ടോ? 70 മുതൽ സമ്പന്നതയിലേക്ക് പോയ, വിദ്യാഭ്യാസത്തിലേക്ക് പോയ ഈ സമുദായത്തിലേക്ക് നിരവധി ഫത്വകൾ വന്ന്, നിങ്ങൾ സ്കൂളിൽ പോകരുത്, നിങ്ങൾ സർക്കാർ ജോലി വാങ്ങരുത്, നിങ്ങൾ ശമ്പളം പറ്റരുത്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഫത്വകളാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇവർ പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ? എങ്ങനെയാണ് മുസ്ലിം സമുദായം നേരിട്ട് വളരെ നിശബ്ദമായിട്ട് എല്ലാ വീടുകളിൽ നിന്നും പെൺകുട്ടികൾ കോളേജിലേക്കും സ്കൂളിലേക്കും തുരുതുരാ പോയി തുടങ്ങി, വിദ്യാഭ്യാസം നേടി. വീട്ടിൽ അവർ പറഞ്ഞവർക്കൊന്നും വോട്ട് ചെയ്യാൻ തയ്യാറില്ല. ഒരു സാമുദായിക സംഘടനയ്ക്കും ഇന്ന് കേരളത്തിലെ പൊളിറ്റിക്കൽ ഷിനോറിയയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങളെല്ലാ തെരഞ്ഞെടുപ്പുകളും എടുത്തു നോക്കുക, ഇവർ പറഞ്ഞിട്ടുള്ള ഫത്വകളും ഇവർ പറഞ്ഞ ആഹ്വാനങ്ങളും എടുത്തു നോക്കുക. ഇവരുടെ പിന്നിൽ മുസ്ലിം സമുദായമല്ല, ക്രിസ്ത്യൻ സമുദായമല്ല, ഹിന്ദുക്കളും ഇല്ല, ഒരു സമുദായ സംഘടനകളും ഇല്ല. ഇല്ലാത്ത സ്വാധീനമില്ലാത്ത ഒരു വിഭാഗത്തിന് അത്തരത്തിലുള്ളൊരു ആശയം ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റും. ലീഗിൻ്റെ ആവശ്യം എന്താ? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ നിലനിൽക്കണം. അതായത് ന്യൂനപക്ഷങ്ങൾ, ഈ സമുദായ സംഘടനകൾ പറയുന്നതാണ് ഇവർ കേൾക്കുന്നത് എന്ന ബോധം പൊളിറ്റിക്സിൽ നിലനിർത്തണം. യഥാർത്ഥത്തിൽ ഒരു വോട്ടും, ഇത് ഫസൽ ഗഫൂർ വളരെ വ്യക്തമായിട്ട് പലതരം, ഒരു വോട്ടും ഇവർക്ക് കിട്ടുന്നതല്ല. ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ പല നിയമസഭാ തെരഞ്ഞെടുപ്പ്, 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് എടുത്തു നോക്കിയാലും കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളൊന്നും അച്ഛന്മാരോ മൊയ്ലിയക്കന്മാരോ പറയുന്നത് കേൾക്കുന്നതല്ല എന്നാണ് എൻ്റെ വിനീതാഭിപ്രായം. ഞാൻ
തോമസ് ഐസക് ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് പത്തനംതിട്ടയിൽ പോയപ്പോൾ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വന്ന് ലോഹിയൊക്കെ പറഞ്ഞു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പള്ളിയിൽ ഈ കൂട്ട് എന്താ വീട്ടിൽ പറയണത്, ആര് കേൾക്കാൻ, പറഞ്ഞാൽ തന്നെ കുഴപ്പമാണ്. അപ്പോൾ അത് പറയലില്ല. പക്ഷെ ഇവരില്ലാത്ത ഒരു ഈ സമുദായ സംഘടനകൾക്ക് വലിയ ഇതുണ്ട് എന്ന തോതിൽ ഇവർ പലപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യുന്നു പൊളിറ്റിക്കൽ പാർട്ടികളായിട്ട്. പൊളിറ്റിക്കൽ പാർട്ടികൾ എന്തോ വെല്ലുണ്ട് എന്നൊക്കെ വെച്ചിട്ട് എന്തിനാണ് ഭയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. പലസ്തീൻ ഇഷ്യൂ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, അല്ലാതെ ഒരു മതപരമായ ഇഷ്യൂ അല്ലാതെ. അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് ഒരു കപ്പൽ ഗസയിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. അത് പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, പൊളിറ്റിക്കൽ ഇഷ്യൂ ആണത്, അല്ലാണ്ട് ഒരു മതപരമായ ഇഷ്യൂ അല്ല. ആ നിലയിലൊക്കെ കാണുന്ന രീതിയിൽ നമ്മളുടെ സെക്യുലർ പാർട്ടികൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. സെക്യുലർ പാർട്ടികൾ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവരുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷന് വരേണ്ട കാലഘട്ടമാണിത്. അല്ലാതെ ന്യൂനപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ സമുദായ പാർട്ടികളിലെ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് സഖ്യമുണ്ടാക്കുകയോ അല്ല ചെയ്യേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് പഴയ മുസ്ലിം സമുദായമല്ല, അവിടുന്നൊക്കെ എത്രയോ പോയി, എത്രയോ മാറി. ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, കല്യാണങ്ങളിൽ, വിവാഹങ്ങളിൽ, മറ്റു ചടങ്ങുകളിൽ എല്ലാറ്റിലും അവരൊന്നും ഈ പൗരോഹിത്യത്തെ നിരാകരിക്കാനൊന്നും അവർ പോകുന്നില്ല സമരത്തിൽ. അവരവരെ വഴിക്ക് പോകുന്നു. നിങ്ങളവിടെ കിടന്ന് പറഞ്ഞോ, ആവശ്യമുള്ളവർ നിസ്കരിക്കും, ആവശ്യമില്ലാത്തവർ നിസ്കരിക്കില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ അവരൊന്നും ഇതിനെക്കുറിച്ച് കലഹിക്കാനോ അല്ലെങ്കിൽ മൈലാക്കന്മാരായിട്ട് തല്ലുകൂടാനോ ഒന്നും ഇവർ പോകുന്ന ഒരു സമൂഹമല്ല. അവിടുത്തെ സ്ത്രീകൾ ഏറ്റവും സുശക്തമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകൾക്ക് വലിയ തോതിൽ ഉള്ള ഒരു സൊസൈറ്റിയായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിമാരാണ്. ചെറിയ ഇതൊക്കെ ഉണ്ട്, ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ മതന്യൂനപക്ഷങ്ങളെ സെക്കുലറൈസ് ചെയ്യുക, ഡെമോക്രൈറ്റൈസ് ചെയ്യാൻ അവരുമായിട്ട് ഡയറക്റ്റ് ചെയ്യലാണ് ഏറ്റവും ആവശ്യം. അതിലേക്ക് ജനസംഖ്യാനുപാതമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അവർക്ക് കൊടുക്കലാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസിലേക്കും പോകാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു.